എൻ്റെ ഇടവക കുമ്പളമാണ്. ഇന്നവിടെ പെരുന്നാൾ നടക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ഇടവകയിൽ പോകാറില്ലായിരുന്നു. കാരണം കുർബാന ഈർദ് കുർബാന അവിടെ ചെല്ലാറില്ല. പിന്നെ അതും തന്നെയല്ല, അവിടെ ഇപ്പോൾ 3:30 കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നതും എന്തൊക്കെയോ കാണിച്ച് അവസാനിപ്പിക്കുന്ന ഒരു കുർബാനയായതുകൊണ്ട് ആദ്യത്തെ ദിവസം ഒഴിച്ച് അങ്ങനെയുള്ള കുർബാനയായതുകൊണ്ട് അതും കുർബാനയെ ഒരു അവഹേളിക്കുന്ന പോലെയാണ് ഇവർ ചെല്ലുന്നത്. അപ്പോൾ ശരിക്കും അതിനും പോകാറില്ല. ഞാൻ പോകുന്നത് തിരുവാങ്കുളത്തോ കാക്കനാടോ അങ്ങനെയുള്ള ഈർദ് കുർബാനയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ലാറ്റിൻ പള്ളിയിലൊക്കെയാണ് പോകാറ്. വല്ലാത്ത വിഷമവും സങ്കടവും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇടവകയിലാണെങ്കിലും ഇതിനെ പറയാനോ അല്ലെങ്കിൽ ഈർദ് കുർബാന ആവശ്യപ്പെടാനോ ഒന്നും ആരുമില്ല. കാരണം അച്ഛൻ വിമത കുർബാന അർപ്പിച്ചാലും അതിനും പോയി പങ്കെടുക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഇടവകയിലുള്ളത്. ഇന്ന് പെരുന്നാൾ നടന്നപ്പോഴാണെങ്കിലും വളരെ ആഘോഷപൂർവമായ കുർബാന, ജനാബ് കുർബാന ചൊല്ലി. അതും തന്നെയല്ല, അച്ഛനാണെങ്കിൽ ആൾക്കാരെ വലിയൊരു ആഘോഷത്തിൻ്റെ ലഹരിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ പലരും വളരെ ഭക്തി പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പോലും ഈ വിമത കുർബാന കൂടുകയാണ്. അല്ലാതെ അവർക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കുർബാനയെക്കുറിച്ചൊരു ബോധ്യം പോലും ആർക്കുമില്ല, ഒരു വിശ്വാസികൾക്കുമില്ല. പിന്നെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഈർദ് കുർബാന എല്ലായിടത്തും വരാനായിട്ട് ഒന്നെങ്കിൽ ഈ വൈദികർ നന്നാവണം, അവർ സഭയെ അനുസരിക്കണം. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ നട്ടെല്ലിന് ബലമുള്ള മെത്രാന്മാർ ആരെങ്കിലുമൊക്കെ വേണം സഭയിൽ. അപ്പോൾ എല്ലാവരും ഇവരെ പേടിച്ച് ഇവരെ കീഴടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ കുർബാനയെക്കുറിച്ച് ബോധ്യമുള്ള വിശ്വാസികൾ വേണം. പരമാവധി വിശ്വാസികളിലേക്ക് ഇവരർപ്പിക്കുന്ന കുർബാന വാലിഡ് അല്ല എന്നുള്ളത് എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യാനുള്ളത്. എനിക്ക് തോന്നുന്നു വിശ്വാസികൾ കൂടുതലും അവർക്ക് എന്ത് കുർബാനയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണ് കൂടുതലും. ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ തന്നെയാണെങ്കിലും വളരെയേറെ ആഘോഷങ്ങളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും അങ്ങനെയുള്ള തിരുനാളാഘോഷത്തിൻ്റെ ലഹരിയിലാണ് എല്ലാവരും. കാരണം ആഘോഷങ്ങൾ മതി. പുള്ളി വന്നേ പിന്നെ വളരെ എല്ലാ ആഘോഷങ്ങളുമാണ്. അപ്പോൾ ആഘോഷങ്ങൾ കൊടുത്ത് ഈ ആളുകളെ നിർത്തുക എന്നുള്ളതാണ് ഇത്. അപ്പോൾ ആർക്കും കുർബാന വളരെ ചുരുക്കം ഈ ആളുകളാണ് ഈ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളത്. കൂടുതൽ ആളുകളുള്ളിടത്ത് ശക്തമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ സഭാ നേതൃത്വമാണെങ്കിൽ ഒരു നടപടിയും ഇവർക്ക് എതിരെ വരില്ല, ഇവർക്കെതിരെ ഒരു നടപടി എടുക്കില്ല എന്നുള്ള ധൈര്യമാണ് അച്ഛന്മാർക്ക്. പിന്നെ വിശ്വാസികൾക്കാണെങ്കിൽ കുർബാനയെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചൊല്ലിയാലും വിശ്വാസികൾ വരും എന്നുള്ള ഒരു വിശ്വാസം. ഇത് രണ്ടുമാണ് ഇവരെ ഈ അനുസരണക്കേടിലേക്കും മറ്റൊരു സഭയുണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നത്. ശരിക്കും സഭയെ അനുസരിക്കുന്ന കുറച്ച് വൈദികരുണ്ട്. അവരെ പോലും അവരെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കും ഇവർ പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അച്ഛൻ കുർബാന ഡ്രസ്സൊന്നും ഇടാതെ സാധാരണ ഡ്രസ്സിൽ കുർബാന ചൊല്ലിയാലും ഈ വിശ്വാസികളെല്ലാം പോയി ആ കുർബാന കൂടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയിലും. ഞാൻ നോക്കുന്നു, എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരും ഞാനും മാത്രമായിരിക്കാം ഈ കുർബാനയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഈ പെരുന്നാളിൽ നിന്ന് പോകാതെ ഇരുന്ന ആൾ. ബാക്കി എല്ലാവരും തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. ഇതെങ്ങനെ അവസാനിക്കും, ഇതെങ്ങനെ ഒന്ന് പരിഹരിക്കപ്പെടും എന്ന് ഒരു ചിന്തയില്ല. കാരണം ആർക്കും ഇത് ചെയ്യിപ്പിക്കേണ്ടവരും നടപടി എടുക്കേണ്ടവരുമായ മെത്രാന്മാരും മേജറുമൊക്കെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് നിങ്ങളെടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും ഇതെന്താ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് നമുക്കിനി ഈ മെത്രാന്മാരെ ഇവരെ ശരിക്കും എന്ത് ചെയ്താലാണ് ഇനി ഈ ഒരു അവസ്ഥ മാറ്റാൻ പറ്റുള്ളൂ. കാരണം 3:30 കുർബാന ഏതാണ്ട് അവസാനിക്കും. 2-3 ആഴ്ചയോട് കൂടി ഇവരിത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കും. അതാണ് ഇവർ ചെയ്യുക. എന്നിട്ട് ഇവരെ
എനിക്ക് തോന്നി ഇവര് ഇത്രയ്ക്ക് പേടിക്കാൻ ഇവരെന്താണ്? ഇവരിത്രയ്ക്കും കാരണം ഇവരെ നട്ടെല്ലോടുകൂടി നിന്നാൽ ഈ വിമത വൈദികരെല്ലാവരും കീഴടങ്ങും, സഭയെ അനുസരിക്കും. ഇനി ഇവര് ഇങ്ങനെ അനുസരിക്കാതെ ഇവരിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചിലപ്പോൾ ഇത് മറ്റൊരു സഭയായി ഇവരുടെ ഇഷ്ടത്തിന് പോകും. എന്നാലും ഈ വിശ്വാസികൾ ഇവരുടെ പുറകെ പോകുമെന്ന് തന്നെ എനിക്കും തോന്നുന്നത്. എന്തായാലും എന്ത് പരിപാടിയിലും അറിയിപ്പ് ഇതിനകത്ത് വന്നാൽ സഹകരിക്കാൻ ഞാനും എന്നാലാവുന്ന രീതിയിൽ സഹകരിക്കും.